അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഹായ് ഗോപിക, സുഖല്ലേ? മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ കോമണർ അല്ലേ? ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? അഭിനയിക്കാൻ അവസരം കിട്ടി. ശരിക്കും എന്റെ ലൈഫ് വേറെ വൈബായി. ഓരോ സീസൺ കഴിയുന്തോറും കൂടുതൽ സാധാരണക്കാരെ ഉൾപ്പെടുത്താൻ ബിഗ് ബോസ് മലയാളം ശ്രദ്ധിക്കാറുണ്ട്. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് സാധാരണക്കാരൻ അതല്ല ഉദ്ദേശം. ഹലോ, ഞാനിവിടെ ഉണ്ട്. കൊച്ചിക്കാരി ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ. അറിയാലോ, ബിഗ് ബോസ് മലയാളം സീസൺ 6 കോമണേഴ്സ് 3 ആയിരുന്നു. അതില് ഞാനും നിഷാനെ നന്ദനയ്ക്ക് മുന്നേ അംഗം തുടങ്ങിയായിരുന്നു. നീ നോക്കിക്കോ, ഈ നോവൽ സിനിമയാക്കുമ്പോൾ വിദേശ രാജ്യത്ത് വെച്ചൊരു പ്രണയഗാനം ചിത്രീകരിച്ച് പ്രൊഡ്യൂസർക്ക് ഞാൻ പണി കൊടുക്കുന്നുണ്ട്. റസ്മിൻ ഭായ് എന്ന സാധാരണക്കാരിയായിരുന്ന അധ്യാപികയെ അതോടെ ലോകം അറിഞ്ഞു. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. അനീഷ് ടി എ എന്ന ഈ കോടനൂക്കാരനെ കോടിക്കണക്കിന് മലയാളികളുടെ ഇടയിൽ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് എന്താ? ഇതവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ബിഗ് ബോസ് മലയാളം സീസൺ 7. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. രണ്ടു വരിയിലത് പറഞ്ഞാ തീരൂല. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? പുതിയ ബിഗ് ബോസ് സീസണിൽ നിരവധി സാധാരണക്കാർക്ക് പ്രവേശനമൊരുക്കാനായി വരുന്നു ബിഗ് ബോസ് അഗ്നിപരീക്ഷ. എന്താ തമ്പുരാനറിയാ?